സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരണത്തിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനായി വികസനകാര്യ കമ്മിറ്റി ചെയർപേഴ്സൺ സാവിത്രി സതീശനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ ഈ ബഡ്ജറ്റ് യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ടിരിക്കുന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് മോഹൻ ടീച്ചർ, വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട സോയ്മൻ ഹന്നി, ഏറെ പ്രിയപ്പെട്ട നമ്മുടെ സെക്രട്ടറി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാര്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പർമാര്, പ്രിയപ്പെട്ട സഹ മെമ്പർമാരെ, നിർവഹണ ഉദ്യോഗസ്ഥന്മാരെ, പഞ്ചായത്തിലെ പ്രിയപ്പെട്ട സ്റ്റാഫുകളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്ന് ഇവിടെ 2026-27 വർഷത്തെ ബഡ്ജറ്റ് അവതരണമാണ് നടത്തുന്നത്. എല്ലാ മേഖലയിലും ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു ബഡ്ജറ്റാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാ സമസ്ത മേഖലയ്ക്കും ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണെന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ടിരിക്കുന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി കോമള ടീച്ചറിനെ ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായിരിക്കുന്ന സോയ്മാൻ സറിനേക്ക് ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഈ യോഗത്തിലേക്ക് എത്തിയിരിക്കുന്ന നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട സെക്രട്ടറിക്ക് ഈ യോഗത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പഴയ ഡിവിഷനിൽ നിന്നുള്ള നമ്മുടെ അജിത് കുമാറിനെ ഈ യോഗത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ചുരുളി ഡിവിഷനിൽ നിന്ന് എത്തിയിരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ടിരിക്കുന്ന കുമാരി സോനമോൾക്ക് ഈ യോഗത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ശ്രീ ദീപ ജോസഫിനെ ഈ യോഗത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ സിരിച്ച മലകിനെ ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സഹ മെമ്പർമാരെ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
നമ്മുടെ ഈ ബഡ്ജറ്റ് അവതരണത്തിന് മുഖ്യ പങ്കാളിയായിട്ടിരിക്കുന്ന നമ്മുടെ പഞ്ചായത്തിൻ്റെ അക്കൗണ്ടിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പഞ്ചായത്തിലെ പ്രിയപ്പെട്ട ASനെ ഈ യോഗത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ യോഗത്തിലേക്ക് എത്തിയിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട നിർവഹണ ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പഞ്ചായത്തിൻ്റെ ഏറെ ബഹുമാനപ്പെട്ട സ്റ്റാഫുമാരെ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നമ്മുടെ ബജറ്റ് അവതരിപ്പിക്കുന്ന പ്രിയ വൈസ് പ്രസിഡന്റ് സോൾമാർ സണ്ണി, സെക്രട്ടറി, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സഹമെമ്പർമാര്, മറ്റു ഉദ്യോഗസ്ഥന്മാര്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ ബജറ്റ് എല്ലാവരുടെയും വലിയൊരു പ്രതീക്ഷയാണ്. ഞാനത് വായിക്കാം. പ്രിയരേ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകവും വിശാലമായ കാഴ്ചപ്പാടിൽ നാടിന്റെ വികസനത്തിൽ ഉതകുന്ന പ്രതീക്ഷാപൂർണമായ പദ്ധതികൾക്ക് രൂപം നൽകുന്ന വലിയ പ്രസ്ഥാനവുമാണ്. കാർഷിക മേഖലയുടെ സമഗ്ര പുരോഗതിയും നമ്മുടെ പഞ്ചായത്തിലെ ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള പദ്ധതികളാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ത്രിതല പഞ്ചായത്തുകളുടെയും MP, MLA, സർക്കാർ ഇത്തരം ഫണ്ടുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള വലിയ പുരോഗതിയാണ് നമ്മുടെ ലക്ഷ്യം. ആരോഗ്യ പരിപാലനം, ശുചിത്വം, ശിശുക്കൾ മുതൽ വയോജനങ്ങൾ വരെയുള്ളവരുടെ പരിപാലനം, ഭിന്നശേഷി ഉന്നമനം, എല്ലാവർക്കും വീട്, മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ തുടങ്ങി നമ്മുടെ കഞ്ഞിക്കുഴി പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കുക എന്ന വലിയ ലക്ഷ്യവും നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളുടെയും സ്വപ്നമാണ് വാർഷിക പദ്ധതിയിലൂടെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത്. എല്ലാവരുടെയും പിന്തുണയും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ബജറ്റിന് വേണ്ടി ഞാൻ സോൾമാർ സണ്ണിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഏറെ പ്രിയപ്പെട്ടവരെ, 2026-27 സാമ്പത്തിക വർഷത്തിൽ പദ്ധതിയുടെ ബഡ്ജറ്റ് നമ്മളിവിടെ അവതരിപ്പിക്കുകയാണ്. ഈ ബഡ്ജറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷത വഹിക്കുന്ന ഏറെ ആദരണീയനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കോമളം മോഹൻദാസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി സാവിത്രി സതീശൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ദീപ ജോസഫ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ സിവിസൻ മാത്യു, ആദരണീയരായ എൻ്റെ സഹമെമ്പർമാർ, പഞ്ചായത്തിന്റെ ബഹുമാനപ്പെട്ട സെക്രട്ടറി അതുല്യ വി കുമാർ, പഞ്ചായത്തിലെ പദ്ധതി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന നിർവഹണ ഉദ്യോഗസ്ഥന്മാർ, ഏറെ ബഹുമാനമുള്ള മാധ്യമ പ്രവർത്തകർ, അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ അനിൽജിത്ത് KA, ഹെഡ് ക്ലർക്ക് ശ്രീ മനോജ് ജോബ്, ഈ ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ ഏറെ സഹായിച്ച അക്കൗണ്ടന്റ് ശ്രീമതി ഷീജ R നായർ, പഞ്ചായത്തിലെ മറ്റ് ജീവനക്കാർ. നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ ആദ്യ വർഷത്തെ ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഏറെ വിനയപൂർവ്വം നിങ്ങളുടെ മുമ്പിൽ സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടെയും അവതരിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ഈ നാടിന്റെ അടിസ്ഥാന വികസനം എന്ന ലക്ഷ്യം മാത്രം മുൻപിൽ വെച്ചുകൊണ്ട് കക്ഷി രാഷ്ട്രീയങ്ങൾക്കും ജാതിമത ചിന്തകൾക്കും വർഗവർണ്ണ വ്യത്യാസങ്ങൾക്കും അതീതമായി നമ്മുടെ നാടിന്റെ വളർച്ച എന്ന ചിന്തയിൽ നമുക്ക് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ മുൻപോട്ട് പോകാം എന്ന പ്രതീക്ഷയോടുകൂടി ഈ ബഡ്ജറ്റ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നമ്മുടെ ബഡ്ജറ്റിൽ നമ്മുടെ എല്ലാ മേഖലയും കേന്ദ്രീകരിച്ചുള്ള പദ്ധതികളാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. പഞ്ചായത്തിന്റെ ആസൂത്രണ സമിതി യോഗത്തിന് ശേഷം, വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന് ശേഷം ഗ്രാമസഭകൾ വഴി ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് വികസന സമാനിൽ കരട് പദ്ധതിയിലേക്ക് അവതരിപ്പിച്ച് നമ്മളിവിടെ അന്തിമമായി ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പഞ്ചായത്തിനെ ഈ ജില്ലയിൽ തന്നെ വ്യത്യസ്തമാക്കി മാറ്റിയിരുന്നത് ഈ പഞ്ചായത്തിന്റെ കാർഷിക മേഖലയിൽ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളാണ്. ഈ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച കാർഷിക മേഖലയായി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് അറിയപ്പെട്ടിരുന്ന സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ച് കാർഷിക മേഖലയ്ക്കും അതുപോലെ തന്നെ എല്ലാ മേഖലയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ബഡ്ജറ്റിൽ ഫണ്ട് വകയിരുത്തിയിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് കാർഷിക മേഖലയിൽ ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ഈ ജില്ലയിലെ ഏറ്റവും വലിയ കാർഷിക മേഖലയാണ്. എന്നാൽ വന്യജീവി ശല്യവും ഉത്പാദന ചെലവ്, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വികസനതയില്ലായ്മ എന്നിവ മൂലം കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ കാർഷിക മേഖല ഏതാണ്ട് പൂർണ്ണമായും തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഈ നാട്ടിൽ ആളുകൾ കൃഷി ചെയ്യാൻ പഠിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കർഷകരാണ് ഈ നാടിന്റെ നട്ടല്. അവരെ ചേർത്ത് നിർത്തിയാൽ മാത്രമേ കാർഷിക മേഖലയെ പിടിച്ചു നിർത്തുവാനും നാടിനെ മുൻപോട്ട് പോകുവാനും കഴിയുകയുള്ളൂ എന്നുള്ള ബോധ്യം നമുക്ക് എല്ലാവർക്കുമുണ്ട്. കർഷകർക്ക് വേണ്ട പ്രോത്സാഹനവും കർഷകരെ സംരക്ഷിക്കുന്നതിനായി ബഡ്ജറ്റിൽ അതിനുവേണ്ടി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്.
പമ്പ് സെറ്റ് വിതരണവും, നെൽകൃഷിക്ക് ഇൻസെന്റീവും, കൊക്കോ തൈ വിതരണവും, ഓർഗാനിക് ഫാമിങ്ങും, ഫാം ടൂറിസവും, പച്ചക്കറി തൈയും ചട്ടിയും, ഫലവൃക്ഷ തൈ വിതരണം, ജൈവവള വിതരണം, ടിഷ്യൂ കൾച്ചർ വാഴത്തൈ വിതരണം തുടങ്ങി കർഷകരെ സഹായിക്കുന്ന നിരവധി പദ്ധതികൾക്ക് ഈ ബഡ്ജറ്റിൽ രൂപം നൽകി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുതുതലമുറയ്ക്കായി 2026 സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ് ലഹരി കാരണം തന്നെ യുവത്വം. യുവതലമുറയെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കുന്ന ഭാവിയുടെ വാഗ്ദാനങ്ങളാക്കി അവരെ സമൂഹ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഈ ബഡ്ജറ്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നഗരവൽക്കരണത്തിലൂടെ അന്യനിന്ന് പോകുന്ന കൂട്ടായ ഇടങ്ങൾ യുവതയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കാം. പുതുതലമുറയാണ് നാളുകളിൽ ഈ നാടിനെ നയിക്കേണ്ടത്. അവരുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളായി അവരെ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. ലഹരിക്ക് അടിമപ്പെടാത്ത സമൂഹത്തിന്റെ നന്മയ്ക്കും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല വ്യക്തിത്വമുള്ള ഒരു പുതുതലമുറയ്ക്ക് വേണ്ടി നമുക്ക് കൈകോർക്കുന്നതിന്റെ ഭാഗമായി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നതിനായി ഈ ബഡ്ജറ്റിൽ തുക ഉയർത്തിയിട്ടുണ്ട്. ഈ നാടിന്റെ ഭാവിയെക്കുറിച്ച് വലിയ ആശങ്കയിലാണ് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം. കാർഷിക സാമ്പത്തിക മേഖലയായി നമ്മുടെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ഇന്ന് വളരെ പ്രതിസന്ധി നേരിടുന്ന ഒരു അവസ്ഥയിലാണ്. നിരവധി ആളുകളാണ് നമ്മുടെ പഞ്ചായത്തിൽ നിന്നും മറ്റ് നാട്ടിൻ പ്രദേശങ്ങളിലേക്ക് പാലായനം ചെയ്യുന്നത്. ഈ ആളുകളെ നമ്മുടെ നാട്ടിൽ തന്നെ നിലനിർത്താൻ നമുക്ക് സാധിക്കണം. ഈ നാടിന്റെ ഭാവി അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ടൂറിസം വികസനത്തിലാണ്. നമ്മുടെ പഞ്ചായത്തിൽ പുറംനാട്ടിൽ നിന്നും സഞ്ചാരികൾക്ക് എത്താൻ കഴിയണം. സഞ്ചാരികൾക്ക് നമ്മുടെ പ്രദേശത്തിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കഴിയണം. ടൂറിസം മേഖല പോലെ ക്ഷീരമേഖലയിലും കാർഷിക മേഖലയിലും വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ള കർമ്മ പദ്ധതികളാണ് പഞ്ചായത്ത് രൂപം കൊടുത്തിട്ടുള്ളത്. ഈ പഞ്ചായത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് ടൂറിസം മേഖലയാണ്. ആ ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ടൂറിസം വികസനത്തിന് വലിയ സാധ്യതകളുള്ള പഞ്ചായത്താണ് നമ്മുടെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത്. മനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ, വ്യൂ പോയിന്റുകൾ, ഗുഹകൾ, ബോട്ടിംഗ് സെന്ററുകൾ, നെൽപ്പാടങ്ങൾ തുടങ്ങി നിരവധി പ്രകൃതി ഭംഗിയുള്ള പ്രദേശങ്ങൾ നിലകൊള്ളുന്നതാണ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത്. ഈ ടൂറിസ്റ്റ് പോയിന്റുകളെ കോർത്തിണക്കിക്കൊണ്ട് ഈ പ്രദേശത്തെ ഭൂപ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനായി സഞ്ചാരികൾക്ക് തുറന്നു കൊടുക്കുന്നതിനായി പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ശക്തമായ ഇടപെടൽ നടത്തി കഞ്ഞിക്കുഴിയിലേക്ക് പുറത്തുനിന്നും സഞ്ചാരികളെ എത്തിച്ച് നമ്മുടെ നാടിന്റെ അടിസ്ഥാന വികസനം സാധ്യമാക്കാൻ വേണ്ടി ഇടപെടൽ നമുക്ക് നടത്തുവാൻ കഴിയും. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ പാൽക്കുളമേട് തുറന്നു പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ഇടപെടൽ നടത്താൻ നമുക്ക് കഴിയണം. എന്നാൽ കപട പരിസ്ഥിതിവാദികളുടെയും ചില ഫോറസ്റ്റ് കരിനിയമങ്ങൾ മൂലവും ഈ പ്രദേശത്തെ പൂർണ്ണമായും സഞ്ചാരികൾക്ക് തുറന്നു കൊടുക്കാൻ നമുക്ക് കഴിയാത്ത സാഹചര്യം നിലവിലുണ്ട്. എന്നാൽ അതിന് നമുക്ക് മാറ്റം വരുത്തണം. പൊതുജനങ്ങളുടെ വലിയ പിന്തുണയോടെ ത്രിതല പഞ്ചായത്ത് ഭരണസമിതികളുടെ അധികാരവും MLA MP ഉൾപ്പെടെയുള്ള ജില്ലയിലെ പ്രധാന ജനപ്രതിനിധികളുടെ സഹായത്തോടു കൂടി ടൂറിസം വികസനത്തിലുള്ള തടസ്സങ്ങളെ മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ വർഷത്തെ ബഡ്ജറ്റിൽ പുണ്യ വെള്ളച്ചാട്ടം പോലെയുള്ള ടൂറിസം കേന്ദ്രങ്ങൾക്ക് 30 ലക്ഷം രൂപ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളെ ഉൾപ്പെടുത്തി കൂടുതൽ ടൂറിസ്റ്റ് മേഖലയിലേക്ക് സംയോജിത പ്രൊജക്ട് ഏറ്റെടുക്കാൻ ഫണ്ട് ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഈ പഞ്ചായത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട നട്ടല് എന്ന് പറയുന്നത് കർഷകരാണ്. ആ കാർഷിക മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ക്ഷീരമേഖല കേന്ദ്രീകരിച്ച് നമുക്ക് വലിയ പ്രതിസന്ധികൾ നേരിടുന്ന സാഹചര്യമുണ്ട്. ക്ഷീരമേഖലയ്ക്ക് വേണ്ടി പ്രത്യേകമായി ഈ ബഡ്ജറ്റിൽ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. ക്ഷീരമേഖല നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് ക്ഷീരമേഖലയ്ക്ക് പ്രാധാന്യമുള്ള പഞ്ചായത്താണ്. ക്ഷീരമേഖല തകർച്ച നേരിടുന്നുണ്ട് എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാടോടെയാണ് പഞ്ചായത്ത് പദ്ധതി ഏറ്റെടുക്കുന്നത്. അതിനായി ബഡ്ജറ്റിൽ ക്ഷീരമേഖലയുടെ വളർച്ചയ്ക്കായി പദ്ധതികൾ ഏറ്റെടുത്തിട്ടുണ്ട്. കാലിത്തീറ്റയ്ക്ക് വിലവർദ്ധന ഉൾപ്പെടെ വളരെ പ്രതിസന്ധിയാണ് ക്ഷീരകർഷകർക്ക് ഉണ്ടാക്കുന്നത്. അതിനായി കാലിത്തീറ്റയ്ക്ക് സബ്സിഡി, പാലിന് ഇൻസെന്റീവ്, ക്ഷീരകർഷകർക്ക് ധാതുലവണം വിലവരുന്ന ഉൾപ്പെടെ ക്ഷീരകർഷകരെ സംരക്ഷിക്കാൻ ഉതകുന്ന പദ്ധതികൾക്കായി പഞ്ചായത്ത് ബഡ്ജറ്റിൽ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അതിരൂക്ഷമായ കുടിവെള്ള ക്ഷാമമാണ്. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് വലിയ കുന്നും മലകളുമുള്ള ഈ പഞ്ചായത്തിൽ കുടിവെള്ള ക്ഷാമം അതിരൂക്ഷമായ പല പ്രദേശങ്ങളുമുണ്ട്. ആ പ്രദേശത്തെ എല്ലാം കോർത്തിണക്കിക്കൊണ്ട് നമുക്ക് കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് ആവശ്യമായ പദ്ധതികൾ നമ്മൾ ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. കുടിവെള്ള ക്ഷാമം ജനജീവിതത്തെ ഗണ്യമായി ബാധിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം നമ്മുടെ പഞ്ചായത്തിലും വലിയ തോതിൽ കുടിവെള്ള ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. മഴവെള്ള സംഭരണികൾ വിതരണം ചെയ്തും മഴവെള്ളം പാഴായി ഒഴുകിപ്പോകുന്നത് തടയുന്നതിന് ആവശ്യമായ തടയണങ്ങൾ നിർമ്മിച്ചു. ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണുന്നതിന് ആവശ്യമായ ഫണ്ട് ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ വിവിധ വാർഡുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതികളും അതിനായി ആവശ്യമായ തുക ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഈ പഞ്ചായത്തിലെ യുവതലമുറ, ആ യുവതലമുറയെ നമ്മുടെ പഞ്ചായത്തിനകത്ത് ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. പുതുതലമുറക്കായി കളിസ്ഥലം നിർമ്മിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ പഞ്ചായത്തിന്റെ ബഡ്ജറ്റിൽ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ കായിക മേഖലയിൽ മികവ് തെളിയിക്കാൻ കഴിയുന്ന നിരവധിയായ ചെറുപ്പക്കാരുണ്ട്. എന്നാൽ അവർക്ക് കളിക്കുവാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്നത് വലിയ ഒരു പോരായ്മയാണ്. ആയതിനാൽ യുവാക്കൾക്കായി സാംസ്കാരിക നിലയ ഗ്രൗണ്ട്, ഫുട്ബോൾ ടർഫ് ആക്കാൻ 20 ലക്ഷം രൂപ പഞ്ചായത്ത് ഫണ്ടിൽ വകയിരുത്തിയിട്ടുണ്ട്.
ഇനിയും നിരവധി മത്സരങ്ങൾ പഞ്ചായത്തിൽ നിർമ്മിക്കുവാൻ വേണ്ട ഇടപെടൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഈ സമയത്ത് പറയുകയാണ്. നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല മേഖലകളും കേന്ദ്രീകരിക്കപ്പെടും. നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ ശാക്തീകരണത്തിനായി നമ്മുടെ പഞ്ചായത്തിൽ കൃത്യമായി ബഡ്ജറ്റിൽ ഫണ്ട് വകയിരുത്തുന്നുണ്ട്. സ്ത്രീ ശാക്തീകരണം 2026 സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ വനിതകളുടെ പങ്കാളിത്തം പഞ്ചായത്തിന്റെ വികസന ലക്ഷ്യമാണ്. തൊഴിൽ മേഖലകളിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും കുടുംബശ്രീ കഫേ, മുളകൊണ്ടുള്ള കരകൗശല വസ്തു നിർമ്മാണം ഇങ്ങനെയുള്ള യൂണിറ്റുകളുടെയും സംരംഭത്തിലേക്കും ഇതുവഴി തൊഴിൽദാതാക്കളായി മാറുവാനുള്ള അവസരവും നമുക്ക് വനിതകൾക്കായി സൃഷ്ടിച്ചു കൊടുക്കണം. തയ്യൽ മെഷീൻ വിതരണം താഴെക്കടയിലുള്ള ജനങ്ങൾക്ക് സ്വയം തൊഴിൽ നൽകാനുള്ള മാതൃകാ പദ്ധതിയായി നമ്മൾ ഈ പഞ്ചായത്തിൽ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് ആരോഗ്യമേഖല. ജനങ്ങളുടെ ആരോഗ്യത്തിന് മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ട് പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, വർദ്ധിച്ചു വരുന്ന ചെലവുകൾ നേരിടുന്നതിനായ ഡയാലിസിസ് രോഗികൾക്കായി ചികിത്സാ സഹായ പദ്ധതി, സബ് സെന്ററുകളുടെ മെയിൻ്റനൻസ്, ജീവിതശൈലി രോഗങ്ങൾക്കായി മെഡിക്കൽ ക്യാമ്പ് തുടങ്ങിയവയ്ക്കായി ഈ ബഡ്ജറ്റിൽ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയായി നമ്മൾ കാണുന്നത് വിദ്യാഭ്യാസ മേഖലയാണ്. പഞ്ചായത്തിലെ വിവിധ സ്കൂളുകൾക്കായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി ടോയ്ലറ്റ് ബ്ലോക്കുകൾ, കളിക്കളങ്ങളുടെ നവീകരണം എന്നിവയ്ക്കുമായി ബഡ്ജറ്റിൽ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. മത്സ്യകൃഷി, ചെറുകുളങ്ങളിലും മറ്റുമായി മത്സ്യകൃഷി ആരംഭിക്കുന്നതിനായി മീൻകുഞ്ഞുങ്ങളുടെ വിതരണം മുതലായവയ്ക്കും ഈ ബഡ്ജറ്റിൽ നമ്മൾ തുക വകയിരുത്തിയിട്ടുണ്ട്. വയോജനങ്ങളും ഭിന്നശേഷിക്കാരും നമ്മുടെ സമൂഹത്തിന്റെ തന്നെ ഭാഗമാണ്. അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് വേണം നമുക്ക് മുൻപോട്ട് പോകുവാൻ. വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമായി പൊതുസമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഭിന്നശേഷിക്കാർക്കായി ഭിന്നശേഷി കലോത്സവവും, വയോജന സംഘവും, വയോജന പാർക്ക്, വയോജനങ്ങളും ഭിന്നശേഷിക്കാർക്ക് ഉപകരണങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി ഈ പഞ്ചായത്തിലെ ബഡ്ജറ്റിൽ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ സാധാരണക്കാരായ കർഷകരും തൊഴിലാളികളും അധിവസിക്കുന്ന ഈ പഞ്ചായത്തിൽ നിരവധി സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത്. അവരെ സംബന്ധിച്ച് അവരുടെ മരണാനന്തര ചടങ്ങുകൾക്ക് വളരെ വലിയ ഭാരിച്ച തുക അവർക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ അവരെ സംബന്ധിച്ച് സാധാരണക്കാരായ ആളുകളെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്തിൽ പൊതുവായി ഒരു ഫ്രീസർ യൂണിറ്റ് തുടങ്ങുന്നതിന് വേണ്ട പദ്ധതി നമ്മൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരുന്നു. നമ്മുടെ പഞ്ചായത്തിൽ നിർദ്ധനരായ ഒട്ടേറെ ആളുകൾക്ക് ഉറ്റവർ മരണപ്പെട്ടാൽ ശവസംസ്കാരം വരെ മൃതദേഹം കേടാകാതെ ഇരിക്കുന്നതിന് ഫ്രീസർ വാങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് പല ആളുകൾക്ക് നിലവിലുള്ളത്. മിതമായ നിരക്കിൽ ഫ്രീസർ നൽകുന്നത് വലിയൊരു അനുഗ്രഹമായിരിക്കും. ആയതിനാൽ ഈ ബഡ്ജറ്റിൽ ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകളെ രക്ഷിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സഹായമായി ഈ ഫ്രീസർ യൂണിറ്റ് തുടങ്ങുന്നതിനായി പഞ്ചായത്ത് ഫണ്ടിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. MCF നിർമ്മാണം 2025 മാർച്ച് 29 നമ്മുടെ പഞ്ചായത്തിനെ സീറോ വേസ്റ്റ് പഞ്ചായത്തായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. പ്രസ്തുത പ്രഖ്യാപനം അർത്ഥവത്താവണമെങ്കിൽ പൊതുവിടങ്ങളിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കാതെ ജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുവാനും അജൈവ മാലിന്യങ്ങൾ പൂർണ്ണമായും നിശ്ചിത വാർഷിക കലണ്ടറിന്റെ അടിസ്ഥാനത്തിൽ ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറാൻ നമുക്ക് കഴിയണം. ഹരിതകർമ്മ സേനയ്ക്ക് നിലവിൽ ലഭിക്കുന്ന വിവിധതരം അജൈവ മാലിന്യങ്ങളിൽ ഒരുപാട് വേർതിരിക്കാതെ ക്ലീൻ കേരളയ്ക്ക് കൈമാറുന്നത് മൂലം ലക്ഷക്കണക്കിന് രൂപയാണ് പഞ്ചായത്തിന് ഓരോ വർഷവും നഷ്ടമാകുന്നത്. എന്നാൽ ഹരിതകർമ്മ സേനയ്ക്ക് ലഭിക്കുന്ന വിവിധതരം അജൈവ മാലിന്യങ്ങൾ കൃത്യമായി വേർതിരിച്ച് ഫണ്ടിലാക്കി ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുകയാണെങ്കിൽ ഇവ ഓരോന്നും വിൽക്കുന്ന വഴി ലക്ഷക്കണക്കിന് രൂപ ഹരിതകർമ്മ സേനയ്ക്ക് കിട്ടുന്നതാണ്. പദ്ധതി അടുത്ത സാമ്പത്തിക വർഷം ഏറ്റവും ആധുനിക രീതിയിൽ നിർമ്മിക്കുന്നതിന് 60 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. പ്രദേശവാസികളുടെ ആശങ്കകൾ പരിഹരിച്ച് തന്നെ ജില്ലയിലെ ഏറ്റവും വലിയതും നൂതനവുമായ MCF അടുത്ത സാമ്പത്തിക വർഷം തന്നെ പ്രവർത്തന സജ്ജമാക്കാൻ ഇതുമായി റവന്യൂ വകുപ്പുകളെ സമീപിച്ച് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അതിനുവേണ്ടി പഞ്ചായത്തിന്റെ ബഡ്ജറ്റിൽ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെ ആളുകളുടെ വികസനത്തിന് വേണ്ടി പദ്ധതികൾ ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഇപ്പോഴും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും അകന്നു കഴിയുന്നവരും പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുമായ ഒട്ടേറെ പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. SC വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് സ്കോളർഷിപ്പ്, പഠനോപകരണങ്ങൾ, ലാപ്ടോപ്പ് വിതരണം, വിവാഹ ധനസഹായം, വിദേശത്ത് തൊഴിൽ ധനസഹായം എന്നീ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനായി പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് പദ്ധതി വഴി ഫണ്ട് വിനിയോഗിക്കുന്ന പഞ്ചായത്താണ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വീട്ടിലുള്ള അച്ഛനമ്മമാരുൾപ്പെടെ ഈ പ്രദേശത്തെ സാധാരണക്കാരായ ആളുകളെല്ലാം തൊഴിലുറപ്പ് പദ്ധതിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ആ തൊഴിലുറപ്പിൽ നിന്ന് ലഭിക്കുന്ന വേതനം കൊണ്ട് നമ്മുടെ കുട്ടികളുടെ പഠനവും മാതാപിതാക്കളുടെ ലോകത്തിലുള്ള മരുന്ന് വാങ്ങൽ ഉൾപ്പെടെ നിരവധിയായ പ്രവർത്തനങ്ങളിൽ ഈ ഫണ്ട് ഉപയോഗിച്ച് ജീവിതം കഴിഞ്ഞു പോകുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. തൊഴിലുറപ്പ് പദ്ധതി ഇടുക്കി ഗ്രാമപഞ്ചായത്ത് പൊതുവിപണിയെ നിയന്ത്രിക്കുന്ന പ്രധാന വരുമാന സ്രോതസ് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കിട്ടുന്ന വേതനമാണ്. പഞ്ചായത്തിലെ 10,000 കണക്കിന് കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്ന പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി.
ഇടുക്കി ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ തുക വകയിരുത്തുന്ന പഞ്ചായത്തുകളിൽ ഒന്നാണ് നമ്മുടെ പഞ്ചായത്ത്. ഏതാണ്ട് 16 കോടിയിലധികം തുക ഒരു വർഷം വകയിരുത്തുന്നു എന്നത് ഏറെ അഭിമാനകരമാണ്. അങ്ങനെ ഈ പഞ്ചായത്തിലെ നിരവധിയായ മേഖലകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് ബഡ്ജറ്റിൽ ഫണ്ട് വകയിരുത്തി ഈ നാട്ടിലെ ആളുകളുടെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വേണ്ടി ഈ ബഡ്ജറ്റ് നമ്മളിവിടെ അവതരിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് പഞ്ചായത്തിന്റെ ബഡ്ജറ്റ് സംക്രമത്തിൽ പഞ്ചായത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനം പ്രാരംഭമാക്കി 13,13,64,087 രൂപയും ആകെ റവന്യൂ വരവുകൾ 11,62,61,700 രൂപയും ആകെ മൂലധന വരവുകൾ 25,81,29,000 രൂപയും ആകെ ടോട്ടൽ നമ്മുടെ 50,57,54,787 രൂപയാണ് ആകെയുള്ള വരവ്. ആകെ നമ്മുടെ ചെലവുകൾ, ആകെ റവന്യൂ ചെലവുകൾ 23,14,73,200 രൂപയും ആകെ മൂലധന ചെലവുകൾ 64 ലക്ഷം രൂപയും ആകെ ചെലവുകൾ 23,72,73,200 രൂപയും ആകെ ബാക്കി 26,78,587 രൂപയുമാണ്. ദാരിദ്ര്യ ലഘൂകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 11 കോടി രൂപ നമ്മുടെ വരുമാനത്തിൽ നിന്നും പോകുന്നുണ്ട്. 2026-27 പദ്ധതിക്കായി മാറ്റിവെച്ചിരിക്കുന്നത് 23,81,29,000 രൂപയും ആകെ നമ്മുടെ മിച്ചബാക്കിയായിട്ടുള്ളത് 2,97,52,587 രൂപയുമാണ് നമ്മുടെ ഈ ബഡ്ജറ്റിൽ നമുക്ക് ബാക്കിയിരിപ്പുള്ളത്. ഈ ബഡ്ജറ്റ് നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ മേഖലയും കേന്ദ്രീകരിച്ച് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്ന പദ്ധതികൾ അത് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഈ പഞ്ചായത്തിലേക്ക് കടന്നു വന്ന എല്ലാ ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാരും ആത്മാർത്ഥമായി തന്നെ ഈ പദ്ധതികൾ നമ്മുടെ പഞ്ചായത്തിലെ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഈ പഞ്ചായത്തിന്റെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ഇടപെടൽ നടത്തണമെന്നും നിങ്ങളോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ബഡ്ജറ്റ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. ആശംസകൾ അർപ്പിക്കുന്നതിനായി ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സോന ജോബിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഏറെ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ഇന്നത്തെ 2026-27 വർഷത്തെ ബഡ്ജറ്റ് യോഗത്തിന്റെ അധ്യക്ഷനായ ഏറെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കോമളം മോഹൻദാസ്, ബഡ്ജറ്റ് അവതരിപ്പിച്ച വൈസ് പ്രസിഡന്റ് സോയിമോൻ സണ്ണി, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാര്, മറ്റു ജനപ്രതിനിധികള്, ഇംപ്ലിമെന്റിംഗ് ഓഫീസേഴ്സ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ അജിച്ചേട്ടൻ, സെക്രട്ടറി, ഏറെ സ്നേഹം നിറഞ്ഞവരെ, നമ്മളെ സംബന്ധിച്ച് ഏറെ അഭിമാനവും സന്തോഷമുള്ള ദിവസമാണ്. 2026-27 വർഷത്തെ ബഡ്ജറ്റാണ് ഇതിവിടെ അവതരിപ്പിച്ചത്. നമ്മുടെ നാടിന്റെ സമഗ്ര വികസനത്തിനും ജനക്ഷേമത്തിനും ഉതകുന്ന തരത്തിലുള്ള ഒരു ബഡ്ജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിച്ചത്. വിവിധങ്ങളായ മേഖലകളിൽ ഊന്നൽ നൽകിക്കൊണ്ട് നമ്മുടെ നാടിന്റെ വികസനത്തിന് വളരെ വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ ബഡ്ജറ്റ് ഇവിടെ ക്രോഡീകരിച്ച് ഇതിവിടെ അവതരിപ്പിച്ചത്. ഈ ബഡ്ജറ്റ് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഭരണസമിതിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിനായി ബ്ലോക്ക് മെമ്പർ ശ്രീ അജിത് കുമാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രിയ അധ്യക്ഷ ശ്രീമതി കോമളം മോഹൻദാസ്, ബഡ്ജറ്റ് അവതരിപ്പിച്ച വൈസ് ചെയർമാൻ വൈസ് പ്രസിഡന്റ് സോയിമോൻ സണ്ണി, പഞ്ചായത്ത് സെക്രട്ടറി ശ്രീമതി അതുല്യ, മറ്റ് ഇംപ്ലിമെന്റ് ഓഫീസർമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാര്, മറ്റ് മെമ്പർമാർ, ഓഫീസ് സ്റ്റാഫുകൾ, നല്ലൊരു ബഡ്ജറ്റ്. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജില്ലയിൽ തന്നെ വലിയൊരു പഞ്ചായത്തായ കന്യകയുടെ ഹൃദയം കൊണ്ടതിൻ്റെ ഒരു ബഡ്ജറ്റ് എന്നാണ് എനിക്ക് ഒട്ടും തോന്നുന്നത്. വളരെ വിശാലമായ കാഴ്ചപ്പാടോടുകൂടി വളരെ ഭംഗിയായിട്ട് നമ്മുടെ വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചിരിക്കുന്നു. സമസ്ത മേഖലകൾ എല്ലാ തരങ്ങളും തൊട്ടറിഞ്ഞാണ് ബഡ്ജറ്റായിട്ട് എനിക്ക് പെട്ടെന്ന് നമുക്ക് തോന്നിയിരുന്നത്. നല്ലൊരു ബാഗൊക്കെ ഗവൺമെന്റിനാണ് കിട്ടി. സഭയിലെ ബാഗിന് വേണ്ടി സഭത്തിൽ ഞാനാണോ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതാണെന്ന് എനിക്ക് തോന്നിപ്പോയി. നല്ലൊരു അറ്റ്മോസ്ഫിയർ. നമ്മുടെ ആസൂത്രണ സമിതി, നമ്മുടെ വർക്കിംഗ് ഗ്രൂപ്പുകൾ, ഗ്രാമസഭകൾ എന്നീ തലങ്ങളിൽ നിന്ന് വന്ന ആശയങ്ങളെ
നല്ല അഭിപ്രായങ്ങളെ വികസന കാഴ്ചപ്പാടുകളെ ക്രോഡീകരിച്ചുകൊണ്ട് വളരെ നന്നായി ഹോംവർക്ക് ചെയ്ത് കാർഷിക മേഖലയ്ക്കും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ക്ഷേമകാര്യത്തിനും നമ്മുടെ പുത്തൻ കേന്ദ്രത്തിലായ ടൂറിസം വികസനത്തിനായി എനിക്ക് വളരെ സന്തോഷം തോന്നി. നമ്മുടെ ടൂറിസം രംഗത്തെ ടൂറിസം പോയിന്റായ പൊന്നാർ വെള്ളച്ചാട്ടം പോലെയുള്ള മേഖലയ്ക്ക് 30 ലക്ഷത്തിൻ്റെ ഫണ്ട് ജോയിന്റ് പ്രോജക്റ്റായിട്ട് ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. ഇന്റഗ്രേറ്റ് പ്രോജക്റ്റായിട്ട് ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിന് കോൺട്രിബ്യൂഷൻ തരുമെന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങളത് തീർച്ചയായിട്ടും തന്നതായാണ്. നമ്മുടെ ടൂറിസം ഫണ്ടൊക്കെ കണ്ടുപിടിച്ച് വ്യക്തമായ പ്ലാൻ വിലയിരുത്തി വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറകെ ടീമുണ്ട്. പഞ്ചായത്തിലായ സോയ്മോൻ സണ്ണി, രാജേഷ് വിചാരൻ, ഓഫീസിൽ അനവധി സ്റ്റാഫുകൾ, കുറേ അധികം ദിവസത്തെ ശക്തമായ പ്രവർത്തനങ്ങളായിരിക്കും നല്ലൊരു ബഡ്ജറ്റ് ഉദ്ധരിച്ചെടുത്ത് എനിക്കറിയാം. അപ്പോൾ ഇത് നടപ്പാക്കാൻ ഭരണസമിതി ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നതിനൊപ്പം തന്നെ ഇംപ്ലിമെന്റ് ഓഫീസർമാർ ഭംഗിയായിട്ട് നടത്തി നല്ല രീതിയിൽ ഈ പ്രവർത്തനം കാഴ്ചവെക്കണമെന്നുള്ള ആശംസയോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിന് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപാ ജോസഫിന്റെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 2026-27 കരട് ബഡ്ജറ്റിന്റെ അധ്യക്ഷയും പ്രസിഡന്റുമായ കോമളം മോഹൻദാസ്, നമ്മുടെ വൈസ് പ്രസിഡന്റ് സോയ്മൻ സണ്ണി, മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാര് ബഹുമാനിയായ സെക്രട്ടറി അതുല്യ പി കുമാർ, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നമ്മുടെ സോനാമോള്, ബ്ലോക്ക് മെമ്പർ അജി, ബാക്കി എല്ലാ മെമ്പർമാരും മധ്യനിർവഹണ ഉദ്യോഗസ്ഥര്, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഇംപ്ലിമെന്റ് ഓഫീസേഴ്സ്, എല്ലാവരോടും ഒത്തിരി എനിക്കത് വളരെ ആരോഗ്യപരമായിട്ട് സമാധാനപരമായിട്ട് നല്ലൊരു ബഡ്ജറ്റ് അവതരണമാണ് നടന്നത്. എല്ലാ മേഖലകളിലും ഞാനത് നോക്കുമായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ടൂറിസം, പിന്നെ MCF, ഫ്രീസർ യൂണിറ്റ്, ഇതൊക്കെ വളരെ നല്ലൊരു പദ്ധതിയാണ്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവരും ഒരുപോലെ തന്നെ ഇതിനകത്ത് പങ്കാളികളാണ്. എല്ലാ ഭരണസമിതിക്കാർക്കും എല്ലാവർക്കും ഇതിനകത്ത് വളരെയധികം ഉത്തരവാദിത്വം കുറേ ദിവസമായിട്ട് ഓടി നടന്ന ഇംപ്ലിമെന്റ് ഓഫീസർ, നമ്മുടെ ഇവിടുത്തെ നിർവഹണ ഉദ്യോഗസ്ഥരുണ്ട്, പ്രസിഡന്റ്, സെക്രട്ടറി, എല്ലാവരും ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഈ ബഡ്ജറ്റ് ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ സന്തോഷത്തോടെ എല്ലാവർക്കും ആശംസ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആശംസകൾ അർപ്പിക്കുന്നതിന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിബിച്ചൻ മാത്യുവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. യോഗത്തിന്റെ അധ്യക്ഷ കോമന്റേറ്റർ, നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ച വൈസ് പ്രസിഡന്റ് സോയ്മൻ സണ്ണി, പഞ്ചായത്തിന്റെ സെക്രട്ടറി, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സോന, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അൻഷി, അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സതീശൻ, അതുപോലെ തന്നെ ദീപാ ജോസഫ്, ഏറ്റവും സ്നേഹമുള്ളവന്മാരെ, ഇംപ്ലിമെന്റ് ഓഫീസർമാരെ, ഏറ്റവും സ്നേഹമുള്ള മാധ്യമ പ്രവർത്തകർ, എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ പഞ്ചായത്ത് വിഭരണ സമിതി അധികാരത്തിൽ വന്നിട്ട് 2 മാസം കഴിഞ്ഞതേ ഉള്ളൂ. ഒരു അഭിമാനം തോന്നുന്നു. നല്ലൊരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച് തന്നെയാണ് ഗവൺമെന്റിൽ എല്ലാ തഹസിൽദാറും എല്ലാ മേഖലകളും നമ്മുടെ ഇന്ത്യൻ പഞ്ചായത്ത് നമ്മുടെ കൃഷിയിലെല്ലാം പരാജയപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ടൂറിസം മേഖലയിൽ അതുപോലെ തന്നെ പലതല്ല നമ്മൾ ഉദ്ദേശിച്ചത് എങ്ങനെയെങ്കിലും ഇന്ത്യൻ പഞ്ചായത്തിനെ നല്ല രീതിയിലേക്ക് വർഷങ്ങളായിട്ട് നമ്മൾ നടത്താൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഈ ബഡ്ജറ്റിലൂടെ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും സ്വയംഭരണ സമിതി അതിനകത്ത് ആത്മാർത്ഥമായിട്ട് ഒരു പണിയെടുത്തിട്ടുണ്ട്. ദിവസങ്ങളായിട്ട് ഇതിനുവേണ്ടി പണിയിലായിരുന്നു. തീർച്ചയായിട്ടും നല്ലൊരു ബഡ്ജറ്റാണ്. തീർച്ചയായിട്ടും ഇത് നടപ്പിലാക്കാൻ എല്ലാം നമ്മളിപ്പോൾ എഴുതിയെല്ലാം പറ്റിയ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ 100% ഈ പദ്ധതികൾ നടപ്പിലാക്കിയാൽ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും കൂടെ കൂടിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് കഴിഞ്ഞ വർഷം നമ്മളിപ്പോൾ ഫുൾ ടൈം നമുക്ക് 2 മാസം കിട്ടിയിട്ട് പോലും നമുക്ക് 28% വർക്കുകൾ നടന്നിട്ട് നമ്മളേണ്ടത് 80% മുകളിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നോക്കിയാൽ നടക്കും. തീർച്ചയായിട്ടും നമുക്ക് 1 വർഷം നമ്മൾ മുമ്പിലിരിക്കുകയാണ്. ഈ പദ്ധതികൾ 100%. അടുത്ത വർഷം നമ്മൾ നമ്മുടെ ആസ്ഥാനത്തിൽ നമ്മുടെ പദ്ധതികൾ 100% നമുക്ക് നടപ്പിലാക്കാൻ ഈ ബഡ്ജറ്റിൽ പ്രവർത്തിക്കുന്ന 1 പൈസ പോലും നമുക്ക് ലാപ്സാകാതെ അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോകാതെ നമ്മൾ 100% നമുക്ക് ഫണ്ട് വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്
ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചവർക്കും അതുപോലെ തന്നെ എല്ലാവരും ആശംസകൾ നേർന്നവർക്കും നന്ദി, നമസ്കാരം. അടുത്തത് ബജറ്റിനുള്ള ചർച്ചയാണ്. എല്ലാവരും ചർച്ചയിൽ പങ്കെടുക്കണം. ഓരോരുത്തർക്കായിട്ട് മൈക്ക് തരുന്നതാണ്. ആദ്യമായി ചർച്ചയിലേക്ക് അരുണെ ക്ഷണിക്കുന്നു. സമ്പത്ത് ഒരു ധനകാര്യ സ്ഥാപനങ്ങളാണെങ്കിലും ഏത് ഒരു ബോഡിയാണെങ്കിലും അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സാമ്പത്തിക അച്ചടക്കമാണ്. നമുക്ക് കിട്ടുന്ന റവന്യൂ നമ്മൾ ഏതൊക്കെ മേഖലകളിലേക്ക് തിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന റവന്യൂയുടെ സോഴ്സസ് എങ്ങനെയാണ്, ആ റവന്യൂ കിട്ടുന്ന വരുമാനം പിടിച്ചെടുക്കുന്നത് ഒരു തന്നെയാണ്. പക്ഷേ അതിനെ അനിവാര്യമായ മേഖലകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ബഡ്ജറ്റിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. ഞങ്ങളൊക്കെ എപ്പോഴും കൗതുകത്തോടെ വീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ് സംസ്ഥാന ബഡ്ജറ്റും അതുപോലെ കേന്ദ്ര ബഡ്ജറ്റൊക്കെ വരുമ്പം അടിസ്ഥാന മേഖലകൾക്ക്, കാർഷിക മേഖല, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന മേഖലകൾ ഏതാണോ ആ മേഖലകളിലേക്ക് എത്ര വിഹിതം എത്തിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ആദ്യമായിട്ടാണ് പഞ്ചായത്തിൻ്റെ ബഡ്ജറ്റിൽ പങ്കെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും സൂചനകളൊക്കെ പറഞ്ഞ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെയാണ് പദ്ധതികളുടെ നമ്മളൊക്കെ ഗുണഭോക്തൃ വിഹിതങ്ങൾ പേര് നോക്കുമ്പോൾ എത്ര കിട്ടി, എങ്ങനെ പോകുന്നു എന്ന് നോക്കുമ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ബഡ്ജറ്റ് അവതരിപ്പിക്കുക, ഞാനത് മൊത്തം ഏകദേശം ഒന്ന് വായിച്ചു നോക്കി അക്കൗണ്ടിൻ്റെ അടുത്ത് സംശയങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രതീക്ഷിത വരുമാനം പ്രതീക്ഷിക്കുന്നത് കമ്മിയാണോ, അത് ഡെഫിസിറ്റാണോ, അതോ സർപ്ലസ് ബഡ്ജറ്റാണോ, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെ പറ്റി പ്രതിപാദിക്കുക. അപ്പം നമ്മൾ സ്വയമേ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു അടിസ്ഥാന മേഖലകൾ ഊന്നൽ നൽകിക്കൊണ്ട് പഞ്ചായത്തിൻ്റെ വരുമാനം റൈസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും സിബിചേട്ടൻ പറഞ്ഞൊരു കാര്യം ഞാൻ കോട്ട് ചെയ്യുകയാണ്. നമ്മൾ ബഡ്ജറ്റുകൾ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കാണുന്ന രീതിയിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ വരുന്നു. അതിന് ഇംപ്ലിമെന്റ് കാലതാമസത്തിനുള്ളിൽ 26-27 ബഡ്ജറ്റ് അവതരിപ്പിച്ചു. 27-28 അടുത്ത് ബഡ്ജറ്റ് വരും. ഞാൻ നോക്കിയപ്പോൾ എത്രയാണ് അതിനകത്ത് ചില വേരിയേഷൻ കൊടുത്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് എഫക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തില്ലെങ്കിൽ അടുത്ത വർഷം ഇതിൻ്റെ കോപ്പി പേസ്റ്റ് അവിടെ വയ്ക്കും. 5000 എന്നുള്ളത് 5500 കിട്ടും, അടുത്ത വർഷം 5500 6000 ആവുന്നു. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതും നമ്മൾ നോക്കേണ്ടതും ഒരു കാര്യം, എപ്പോഴും വരുമാനം വർദ്ധിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ചിലവ് കൂടുമ്പോൾ വരുമാനം വർദ്ധിക്കാത്തത്തോളം കാലം അത് അച്ചടക്കമില്ലാത്ത സാമ്പത്തിക ബാധ്യതയിലേക്ക് പോകും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വരാതെ മുൻകാല ബഡ്ജറ്റിൽ നിന്നും ഇത് തികച്ചും വ്യത്യസ്തമായി അടിസ്ഥാന മേഖലയ്ക്കും ടൂറിസത്തിന്, കാർഷിക മേഖലയ്ക്കെല്ലാം ഊന്നൽ നൽകുന്ന ബഡ്ജറ്റാണ്. അങ്ങനെ ആയിരിക്കണം ബഡ്ജറ്റ്. താഴെക്കിടയിലെ ആൾക്കാർ ഉന്നമനത്തിന് വേണ്ടിയിട്ടും അതോടൊപ്പം യുവാക്കൾക്കും ചെറുപ്പക്കാർക്കും അതുപോലെ എല്ലാവർക്കും വേണ്ടി ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ബഡ്ജറ്റിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. സ്നേഹബഹുമാനിയായ നമ്മുടെ പ്രസിഡന്റ് കോമള മോഹൻദാസ് സാർ, അതേപോലെ തന്നെ ഇവിടെ ബഡ്ജറ്റ് അവതരിപ്പിച്ച നമ്മുടെ സ്നേഹാദരണീയനായ വൈസ് പ്രസിഡന്റ് സോയിമാൻ സണ്ണി, ഈ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി അതിൽ കുമാർ, മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, സഹ മെമ്പർമാർ, അതുപോലെ തന്നെ പഞ്ചായത്തിലെ അക്കൗണ്ടന്റ്, മറ്റ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പഞ്ചായത്തിൻ്റെ പ്രതിനിധി സോന അജിത് കുമാർ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും നമസ്കാരം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിചയങ്ങളൊന്നുമില്ല. ഒരു ബഡ്ജറ്റ് അവതരണം എങ്ങനെയാണെന്നും അതിനെ അവലോകനം ചെയ്ത് അല്ലെങ്കിൽ അതിനെ വിശകലനം ചെയ്ത് ഒരു ചർച്ച നടത്താനുള്ള ശേഷി പ്രാപ്തികൾ ഈ കാര്യത്തിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ബഡ്ജറ്റ് അവതരണ വേദിയിലൊക്കെ ആദ്യമായിട്ടാണ് നമ്മൾ ഇതിനെ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായി പറയാനുള്ള അറിവില്ലെങ്കിൽ പോലും ഒരു നാടിൻ്റെ സമസ്ത മേഖലയെ പരാമർശിച്ചുകൊണ്ട് ഏത് കാര്യങ്ങൾക്കാണ് അടിസ്ഥാനപരമായ പരിഗണന കൊടുക്കേണ്ടത് എന്ന് ശരിക്ക് പഠിച്ചു തന്നെയാണ് ഈ ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്ന ആളുകളെ ഒരു പഞ്ചായത്തിലെ ഒന്നും കാണാത്ത ഒരു കാര്യമാണ്, ഒരു മരണപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ബോഡി വരെ സൂക്ഷിക്കാൻ അല്ലെങ്കിൽ അവർക്ക് അത് സംസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രിമിറ്റോറിയം വരെ നമ്മൾ സജ്ജമാക്കിക്കൊണ്ട്, അതുപോലെ കാർഷിക മേഖലയിലായിരുന്നാലും വിദ്യാഭ്യാസ മേഖലയിലായിരുന്നാലും പുതുതലമുറയുടെ ഭാവിയെക്കുറിച്ചാണെങ്കിലും ടൂറിസം വികസനത്തെക്കുറിച്ചാണെങ്കിലും ഒരു മേഖല പോലും പരാമർശിക്കാൻ
ആലോചിക്കാതെ വിട്ടുപോയിട്ടില്ല എന്നൊരു ധാരണയാണ് എനിക്കുള്ളത്. അത് തന്നെയുമല്ല, ഏതാണ്ട് 3 കോടി രൂപയ്ക്ക് അടുത്ത് ഒരു മിച്ചം വയ്ക്കുന്ന ഒരു ബഡ്ജറ്റാണ് കരിമീൻ പഞ്ചായത്തിനെ സംബന്ധിച്ച് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ബഡ്ജറ്റ് വരും കാലഘട്ടത്തിന് മാതൃകയും അതേപോലെ തന്നെ തുടർന്ന് പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർക്കെല്ലാം ഒരു പുത്തൻ ഉണർവ് പകരും എന്ന ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബഡ്ജറ്റ് തയ്യാറാക്കിയ ഇതിൻ്റെ ഔദ്യോഗികമായി ഇടപെട്ട എല്ലാ ഭാരവാഹികൾക്കും, അവതരിപ്പിച്ച സോയിമോൻ സന്നിധി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പഞ്ചായത്ത് പ്രസിഡന്റ് കോമൺ ടീച്ചർ, ബഡ്ജറ്റ് അവതരിപ്പിച്ച സോയിമോൻ സന്നിധി, സെക്രട്ടറി അതുല്യ കുമാർ, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി സോണ സെല്ലി, അജിത് കുമാർ, മറ്റു സഹമന്ത്രിമാരെ, ജീവനക്കാർ. ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിച്ചത് എല്ലാ മേഖലയിലും തന്നെ എത്തിയിട്ടുണ്ട് എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റുന്നില്ല. പഞ്ചായത്ത് ഓഫീസ് പണിയുന്നതിനെ കുറിച്ച് ബഡ്ജറ്റിൽ ഒരു പരാമർശവും നടത്തിയിട്ടില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ഏറെക്കുറെ എത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് ഓഫീസ് പണിയുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ഒന്നിച്ചുകളിലെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തണമെന്ന് നമ്മൾ കാര്യമായി പറഞ്ഞിരുന്നു. പഞ്ചായത്ത് ഓഫീസിനെ കുറിച്ചോ ഹൈമാക്സ് മാച്ചിനെ കുറിച്ചോ വയോജനങ്ങൾക്കും വൃദ്ധർക്കുമുള്ള കട്ടിലിന് ബെഡ് അതുപോലെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടില്ല. അപ്പം ബഡ്ജറ്റ് പൂർണ്ണമാണ് എന്ന് അവകാശപ്പെടുന്നില്ല എങ്കിലും എല്ലാ മേഖലയിലും തന്നെ ഏശിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ ബഡ്ജറ്റിന് എല്ലാവിധ ഭാവങ്ങളും നിലനിർത്തി നിർത്തി. എല്ലാവർക്കും നമസ്കാരം. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് സഹമന്ത്രിമാര്, നമ്മുടെ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് ഞാനത് ആദ്യമായി പങ്കെടുക്കുന്നതും അറിയുന്നതുമായ കാര്യങ്ങളാണ്. ബഡ്ജറ്റിലെ കാര്യങ്ങൾ വായിച്ചിട്ട് എല്ലാ മേഖലയും നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പ്രതിപാദിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ചില കാര്യങ്ങൾ മാത്രം അന്ന് നമ്മൾ കൂടി ആലോചിച്ചതിൽ നിന്ന് ചില കാര്യങ്ങൾ മാത്രം വിട്ടുപോയിട്ടുണ്ടെന്ന്. അത് ഒന്ന് ഹൈമാശലിന്റെ കാര്യം, നമ്മുടെ ഇപ്പോൾ നിലനിൽക്കുന്ന പഞ്ചായത്ത് കെട്ടിടത്തിന്റെ പുനർനവീകരണത്തിന്റെ കാര്യവും അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വികസനത്തിൽ SC കുട്ടികളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ST കുട്ടികളുടെ കാര്യം മര്യാദയായിട്ട് പറഞ്ഞിട്ടുമില്ല. അപ്പം അതും കൂടി കാരണം ഫണ്ട് വെക്കുമ്പോൾ നമ്മൾ രണ്ടായിട്ടാണ് വെക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അറിവ്. അതുകൊണ്ട് അതും കൂടി ഒന്ന് ഉൾപ്പെടുത്തണമെന്ന് പറയുന്നു. ബഡ്ജറ്റ് ഇത് പാസ്സാക്കിക്കൊണ്ട് നിർത്തുന്നു. അധ്യക്ഷ കോമൺ ടീച്ചർ, ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട സെക്രട്ടറി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളെ, സഹപ്രവർത്തകരെ, മറ്റു ഉദ്യോഗസ്ഥരെ, നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഈ പ്രദേശത്തെ സംബന്ധിച്ചോളം നമ്മളെന്ന് പറയുന്നത് ഒരു ഡിസ്പ്ലേസ്ഡ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണ്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് കാർഷിക മേഖലയാണ്. കൂടുതൽ ബഡ്ജറ്റിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് കാർഷിക മേഖലയിലാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് 2040 ആകുമ്പോഴത്തേനും ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി ഇപ്പോഴത്തെ ഒരു 30% കുറയ്ക്കും. ഈ നമ്മുടെ ഈ പ്രവർത്തനങ്ങളനുസരിച്ച് ജനപങ്കാളിത്തവും പോയില്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ആ കാലഘട്ടത്തിൽ ഈ 2040 ജീവിക്കാൻ വളരെ പാടുപെടും. അപ്പോൾ കൂടുതൽ പദ്ധതികൾ, അതായത് പുറത്തുനിന്ന് ഫണ്ട് കൊണ്ടുവന്ന് കൂടുതൽ പദ്ധതികൾ, ടൂറിസം പോലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയില്ല എങ്കിൽ 2040 ആകുമ്പോൾ നമ്മുടെ അടുത്ത് നമ്മുടെ കേന്ദ്രത്തിനും ഒക്കെ പ്രായമാവും. അതൊരു രൂക്ഷമായൊരു പ്രശ്നമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് പുറത്തുനിന്ന് കൊണ്ടുവന്ന വികസന പ്രവർത്തനം നടത്തുന്ന ഒരു പദ്ധതി, ടൂറിസം പോലുള്ള പദ്ധതികൾ. ഇപ്പം എൻ്റെ പ്രദേശത്ത് ഇപ്പം ഈ 2 മാസം കൊണ്ട് 6-7 കോടി രൂപയുടെ സ്ഥലത്തും മേടിച്ചു ടൂറിസം നടത്താൻ. 5 റിസോർട്ടുകളാണ് ഞങ്ങളുടെ അവിടെ വിപണി പണിയുന്നത്. വളരെ ദ്രുതഗതി പണിയുന്നത്. അപ്പം അതുപോലെ നമുക്ക് നമ്മുടെ കാർഷിക മേഖലയെ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് എത്ര ആളുകൾക്ക് എല്ലാ വ്യക്തികളുണ്ട്. ഒരു 20% ആളുകൾ പോലും തൊഴിലില്ലാത്ത ആളുകളാണ്. 20%. ബാക്കിയുള്ള പ്രദേശത്തെ സംബന്ധിച്ച് പറഞ്ഞ ഡിസ്പേഴ്സ് കമ്മ്യൂണിറ്റികൾ നമ്മളെ വളരെ കുറവുകളുണ്ട്. പുറത്ത് പ്രദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ 95% ആളുകളും ജോലി ചെയ്തിനെ ജീവിക്കുന്നത്, ചെറിയ ജോലിയായിരുന്നു ജീവിക്കുന്നത്. എന്തായാലും ബഡ്ജറ്റിന് എൻ്റെ എല്ലാവരും ആശംസകൾ നേരുന്നു. നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് അവതരിപ്പിച്ച പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എല്ലാവർക്കും ഏറെ നന്ദി. വേദിയിലെ സദസ്സിലിരിക്കുന്ന ബഹുമാനപ്പെട്ടവരെ, ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും തൊട്ട് പോയിട്ടുണ്ടെങ്കിലും ഇപ്പം മനോജേട്ടനും ഒക്കെ പറഞ്ഞതുപോലെ
വയോജനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അല്ലെ എസ് സി കുട്ടികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ഇത് ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല. അതുപോലെ തന്നെ ടൂറിസത്തിന്റെ കാര്യം പറഞ്ഞു. ടൂറിസത്തിന് ഇനിയിപ്പോ നമുക്ക് മുന്നോട്ട് ജീവിതത്തിന് കഞ്ഞിക്കുഴി പഞ്ചായത്തിന് ഒരു ആശ്രയം ടൂറിസമാണ്. അപ്പൊ ടൂറിസത്തിന് എല്ലാ ഭാഗത്തേക്കും ഇപ്പൊ ഒരു മേഖലയെ മാത്രം എടുത്ത് കാണിക്കാതെ എല്ലാ ഭാഗത്തേക്കും ഫണ്ടുകൾ മാറ്റിവെച്ചുകൊണ്ട് ടൂറിസം ഒരു പ്രധാന പ്രോജക്റ്റായി കാണണമെന്ന് ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ വയോജനങ്ങളുടെ കാര്യങ്ങൾ ഇതിനകത്ത് എടുത്ത് പറഞ്ഞിട്ടില്ല ഈ ബഡ്ജറ്റില്. വയോജനങ്ങളുടെ കാര്യം എടുത്ത് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാനൊന്ന് ചെറുതായിട്ട് അയച്ചതുള്ളൂ തോന്നുന്നത്. അപ്പൊ ആ മേഖലയ്ക്കും ഫണ്ടുകൾ മാറ്റിവെക്കണം. അതുപോലെ തന്നെ നമ്മുടെ പ്രശംസിക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പൊ ഇതുവരെ അടുത്ത ബഡ്ജറ്റുകളൊക്കെ പല പഞ്ചായത്തിലും ബ്ലോക്കിലും എല്ലാം നടന്നു. അതിലൊന്നും പരാമർശിക്കാത്ത ഒരു കാര്യമാണ് നമ്മുടെ പഞ്ചായത്തില് ഏറ്റവും താഴെ കിടക്കുന്ന ജനങ്ങളെ കണ്ടുകൊണ്ട് മരണാനന്തര ചടങ്ങുകൾക്കായിട്ട് ഫ്രീസർ യൂണിറ്റ് മേടിച്ചു വെക്കണം. അത് നമ്മുടെ ഇതുവരെ ഈ ഇടുക്കിയിൽ ഇപ്പൊ ഇത്രയും പഞ്ചായത്തുകളുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചെങ്കിലും ഇങ്ങനെ ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. അതിന് നമ്മുടെ പഞ്ചായത്തിനോടും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതോടും പ്രത്യേക ആശംസ അറിയുകയാണ്. പിന്നെ ഈ ബഡ്ജറ്റിന് എല്ലാവിധ ആശംസകളും നൽകുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. സ്നേഹബഹുമാനപ്പെട്ട നമ്മുടെ ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് കോമളം മോഹൻദാസ്, ശ്രീമതി കോമളം മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് സോയിമോൻ സണ്ണി, നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി അതില്ല, അതുപോലെ സഹമെമ്പർമാരെ, ബ്ലോക്കിലെ മെമ്പർമാര്, നമ്മുടെ ഇംപ്ലിമെന്റ് ഓഫീസർമാര്, പഞ്ചായത്ത് സ്റ്റാഫുകൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ ബഡ്ജറ്റിനോടനുബന്ധിച്ച് എല്ലാവരും അതിനുള്ള പോരായ്മകളും അതിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും എല്ലാം വ്യക്തമായിട്ട് പറയുകയുണ്ടായി. അതിനെല്ലാം അനുകൂലിക്കുന്നു. നല്ലൊരു ക്രിമിറ്റോറിയം നിർമ്മിക്കുന്നതിൻ്റെ കാര്യം നമ്മുടെ ഈ ബഡ്ജറ്റിൽ വന്നതിൽ പ്രത്യേകം സന്തോഷമുണ്ട്. പാവങ്ങളെ മാത്രം സാമ്പത്തികമുള്ള മേഖലയാണെങ്കിൽ ഇതിൻ്റെയൊന്നും ആവശ്യമില്ല. പാവങ്ങളെ മാത്രം ആശ്രയിച്ച് ക്രിമിറ്റോറിയത്തിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ നമ്മുടെ കാർഷിക മേഖലയാണെങ്കിലും ക്ഷീരമേഖലയാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഈ ബഡ്ജറ്റ് ഊന്നൽ നൽകിക്കൊണ്ട് നല്ല രീതിയിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ മുൻപോട്ട് നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇടുക്കി ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 കരട് ബഡ്ജറ്റ് അവതരണത്തിന്റെ അധ്യക്ഷയായിരിക്കുന്ന ഏറ്റവും ബഹുമാന്യയായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കോമളം മോഹൻദാസ് അവർക്ക് ഈ ബഡ്ജറ്റ് അവതരണം ഇവിടെ ഭംഗിയായി സംസ്ഥാന മേഖലകളെയും തൊട്ടുള്ള ബഡ്ജറ്റ് അവതരണം നടത്തിയ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ സോയിമോൻ സണ്ണി, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ കുമാരി സോന ട്രീസ, പഴയരിക്കണ്ടം ബ്ലോക്കിന്റെ ഡിവിഷൻ മെമ്പർ ശ്രീ അജികുമാർ കക്കാടില്, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻമാര്, ഏറ്റവും പ്രിയപ്പെട്ട സഹ മെമ്പർമാര്, പഞ്ചായത്തിന്റെ സെക്രട്ടറി അതില്യ വികുമാർ, ഏറ്റവും പ്രിയപ്പെട്ട നിർവഹണ ഉദ്യോഗസ്ഥര്, AS, ഏറ്റവും പ്രിയപ്പെട്ട പഞ്ചായത്തിലെ സ്റ്റാഫ് അംഗങ്ങളെ, ഇന്നത്തെ ഈ കരട് ബഡ്ജറ്റ് അവതരണം സംസ്ഥാന മേഖലകളെയും തൊട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. പ്രതീക്ഷിത വരുമാനം പഞ്ചായത്ത് കണ്ടെത്തുകയും അത് എല്ലാ സോഴ്സുകളിൽ നിന്നും വരുമാനം ഉറപ്പിക്കുകയും ചെയ്യുക എന്ന ഒരു ഉദ്യമത്തോടു കൂടിയുള്ള ഒരു ബഡ്ജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ എന്റെ സഹമെമ്പർമാര് ഈ ബഡ്ജറ്റിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായിട്ടുണ്ട്. ആ പോരായ്മകൾ അന്തിമ ബഡ്ജറ്റിന് മുമ്പ് ചർച്ചകൾ ചെയ്ത് ആ പോരായ്മകൾ നികത്തിക്കൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ സമന്വിതമായ വികസന ലക്ഷ്യങ്ങള്, കാഴ്ചപ്പാടുകള്, സാധാരണക്കാരുടെ ഇടയിലുള്ള പ്രശ്നങ്ങള്, ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗണ്യമായ നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിന്റെ വരുമാന സ്രോതസ്സുകൾ നമ്മൾ തനത് വരുമാനം ഉയർത്തുക എന്ന ഒരു ലക്ഷ്യമാണ്. അത് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വിവിധ സോഴ്സുകളുണ്ട്. അതിൽ നമ്മൾ കരണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും നമുക്കറിയാം. മുൻ ഭരണസമിതിയിലിരുന്ന അംഗങ്ങൾ അതുപോലെ തന്നെ സ്റ്റാഫുകൾക്കൊക്കെ അറിയാം. നമ്മൾ ഗണ്യമായ രീതിയിൽ തന്നെ അതിന് പോരായ്മകൾ മുൻപോട്ട് പോകുന്നുണ്ട്. അപ്പൊ ആ നികുതി വരുമാനങ്ങളെല്ലാം നമ്മൾ പൂർണ്ണമായും നമുക്ക് പ്രതീക്ഷിത വരുമാനത്തിലേക്ക് കൊണ്ടെത്തിച്ചാൽ മാത്രമേ നമ്മൾ ഈ കരട് ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക്
ജില്ലാ ബ്ലോക്ക് ഇതിൽ നിന്നുള്ള ഒരു ഫണ്ടുകൾ അതുപോലെ തന്നെ സോഴ്സുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു പദ്ധതികൾ രൂപഭാവനം ചെയ്യുവാനായിട്ട് ഈ ഭരണസമിതിക്ക് കഴിയട്ടെ. അതുപോലെ തന്നെ ക്രെഡിറ്റോറിയം, MCF അതിനുള്ള തടസ്സങ്ങൾ നിൽക്കുന്ന കാര്യങ്ങൾ അത് പൂർണ്ണമായും ഒറ്റക്കെട്ടോട് കൂടി തന്നെ ഭരണസമിതി നേരിട്ട് അതിൻ്റെ പ്രതിസന്ധികൾ എന്താണെന്ന് അത് തടസ്സം മാറ്റി നമുക്ക് പഞ്ചായത്തിന്റെ സമഗ്രമായ വികസന ലക്ഷ്യ കാഴ്ചപ്പാടോടുകൂടിയുള്ള ഈ ബഡ്ജറ്റ് അധിക ബഡ്ജറ്റ് നല്ല രീതിയിൽ അവതരിപ്പിക്കുവാനായിട്ട് ഇവിടെ വൈസ് പ്രസിഡന്റ് സാധിച്ചിട്ടുണ്ട്. ഇതിന് പിന്നിൽ ഒരുപാട് പ്രയത്നങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന് പ്രധാനമായും പ്രവർത്തനം ഒരുപാട് പ്രതിസന്ധികൾ കടന്ന് അതുപോലെ അക്കൗണ്ടന്റ് ശ്രീമതി ഷീജ മാഡം, അതുപോലെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അംഗങ്ങൾ, ഇതിലെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും അതുപോലെ തന്നെ പുറമേയുള്ള ആളുകളുടെയും ഒക്കെ നിർദ്ദേശങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നല്ല കരട് ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിനായിട്ട് പ്രത്യേകം ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ കരട് ബഡ്ജറ്റിനെ എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗത്തിന്റെ അധ്യക്ഷ കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് കോമളം മോഹൻദാസ്, നമ്മുടെ ബജറ്റ് അവതരിപ്പിച്ച പ്രിയങ്കരനായ വൈസ് പ്രസിഡന്റ് സോജിമോൻ, ബ്ലോക്ക് പഞ്ചായത്ത് നിന്നെത്തിയിട്ടുള്ള സോനാമോൾ, അതുപോലെ അഭിചേട്ടൻ, നിർവഹണ ഉദ്യോഗസ്ഥർ, നമ്മുടെ സഹമെമ്പർമാർ, നമുക്കറിയാം 2026-27 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് വിധവങ്ങളായ മേഖലകളെ തൊട്ട് ഉണർത്തിക്കൊണ്ടാണ് ഈ ബജറ്റ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. കാർഷിക മേഖലയിൽ നിന്നും കൃഷിക്കാരെ ഇവിടെ പറയുമ്പോൾ ആ മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് നടപ്പിലാക്കിയ ബജറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഇടുക്കി ജില്ലയിൽ തന്നെ ഏറ്റവും നന്നായി കാലി മേഖലയിൽ കൃഷിക്കാർ അധ്വാനിക്കുന്ന ഒരു പഞ്ചായത്താണ് കഞ്ഞിക്കുഴി പഞ്ചായത്ത്. അവിടെ ക്ഷീരകർഷകർക്ക് അർഹമായ വിഹിതം മാറ്റിവെക്കുവാൻ കഴിഞ്ഞ ബജറ്റാണ് ഈ ബജറ്റ്. അതുപോലെ പുത്രന്മാർക്കാണെങ്കിലും അതുപോലെ പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾക്കാണെങ്കിലും എല്ലാം കൊടുക്കേണ്ട പ്രാധാന്യം ഭംഗിയായി നൽകിക്കൊണ്ടുള്ള ഒരു ബജറ്റാണ് ഈ ബജറ്റ്. ടൂറിസം മേഖലയിലാണെങ്കിൽ തന്നെ ഈ ബജറ്റ് എന്ന് പറയുമ്പോൾ മുൻകാലങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ബജറ്റിന് നാട്ടിലെ ജനങ്ങളുടെ ആശങ്കത്ത് ഉയരാൻ കഴിഞ്ഞുവെന്നാണ് ഞാൻ കാണുന്നത്. അതുപോലെ സാധാരണക്കാരായ ആളുകൾക്ക് നമ്മുടെ ബജറ്റിൽ അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ടീച്ചർ വാടകയ്ക്ക് എടുക്കണമെങ്കിൽ നാട്ടിലുള്ള ആളുകൾ ഓടിക്കൂടി പണം പിരിക്കുന്ന നിരവധിയായ ആളുകളുള്ള പഞ്ചായത്തിൽ അങ്ങനെ ഒരു ടീച്ചർ യൂണിറ്റ് തുടങ്ങാൻ കഴിഞ്ഞ തന്നെ ഒരു പുരോഗമന കാഴ്ചപ്പാടുകളോടുകൂടി അവതരിപ്പിച്ച ബജറ്റാണ് എന്ന് പറയാതെ ഇരിക്കുവാൻ കഴിയില്ല. അതുപോലെ തൊഴിലുറപ്പ് രംഗത്ത് ഏറ്റവും നന്നായി വർക്ക് ചെയ്യുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. അതെല്ലാം വർഷിച്ചുകൊണ്ട് സമസ്ത മേഖലയിൽ ജനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ സമഗ്ര വികസനം കണ്ടുകൊണ്ട് ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് അവതരിപ്പിച്ച ഒരു ബജറ്റാണ് എന്ന കാഴ്ചപ്പാടിൽ ഈ ബജറ്റിന് എല്ലാവിധ പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ മുന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദ്യം. ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷ ഈ ബജറ്റ് അവതരിപ്പിച്ച വൈസ് പ്രസിഡന്റ് സോയിമാൻ സണ്ണി, ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കുമാരി സോനമോള്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ അജികുമാർ, ബഹുമാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, ചെയർമാന്, ബഹുമാനപ്പെട്ട സഹപ്രവർത്തകർ, ബഹുമാനപ്പെട്ട സെക്രട്ടറി, മറ്റ് സ്റ്റാഫ് അംഗങ്ങളെ, ബാക്കി ബഹുമാനപ്പെട്ട യൂണിയൻ്റെ ഓഫീസർമാരെ, നമുക്കറിയാം 2026-27 ബജറ്റിലെ ഇന്നത്തെ ബജറ്റ് അവതരണം ഈ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ എല്ലാ മേഖലകളിലും ഒരു അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്കാണ് കടന്നിരിക്കുന്നത്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ സുദീർഘമായ മുന്നോട്ടുള്ള ഭാവി ടൂറിസം മേഖലയാണ് എന്ന തിരിച്ചറിവ് ഈ ബജറ്റിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ടൂറിസം മേഖലയിലെ എല്ലാ സ്ഥലത്തും ഈ പഞ്ചായത്തിന് കടന്നു ചെല്ലാന്, ഈ ബജറ്റിന് കടന്നു ചെല്ലാന് ഇതിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമയോടുകൂടി ഈ മുന്നോട്ട് പോയാൽ മാത്രമേ ഇത് നമ്മുടെ ഈ ബജറ്റ് പൂർണ്ണമാവുള്ളൂ.
ഈ ബജറ്റ് അവതരിപ്പിച്ച സോയിമാൾ സന്റെയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഇംപ്ലിമെന്റ് ഓഫീസറെയും ബാക്കി എല്ലാ ആളുകൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആരംഭിക്കും. സോയിമാൾ സണ്ണി, അതുപോലെ നമ്മുടെ അതില്ല മണം മെമ്പർമാർ, പിന്നെ സ്റ്റാഫുകൾ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച് നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചു എന്നതാണ് എനിക്ക് മനസ്സിലാക്കേണ്ടത്. ബഡ്ജറ്റിനെ പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കാണെങ്കിൽ ഇല്ലായിരിക്കുമ്പോഴും എല്ലാ മേഖലകളിലും ഉൾപ്പെടുത്തി പോരായ്മകളൊക്കെ അടുത്ത മെമ്പർമാർ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നികത്തി തുടർന്ന് മുന്നോട്ട് നല്ല രീതിയിൽ പോകുവാനായിട്ട് ഈ ബഡ്ജറ്റിന് എല്ലാവിധ ആശംസകൾ നടത്തുന്നു. നമ്മുടെ 2026-27 കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ അധ്യക്ഷ ഗ്രാമപഞ്ചായത്തിൻ്റെ ആദ്യമായ പ്രസിഡന്റ് ശ്രീ കോമൺ മോഹൻദാസ് അവരുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ച വൈസ് പ്രസിഡന്റ് സോയിമാൾ സണ്ണി അവരുടെ ബ്ലോക്കിൻ്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, ബ്ലോക്ക് മെമ്പർ, സെക്രട്ടറി, മറ്റേ നമ്മുടെ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, സഹമെമ്പർമാർ, ഏറ്റവും സ്നേഹപൂർവ്വമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം സമസ്ത മേഖലയിൽ ഊന്നൽ നൽകിയ ബഡ്ജറ്റാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചാൽ ഒരു മനുഷ്യായുസ്സിന് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം ആവശ്യമുണ്ടോ, ഒരു മനുഷ്യൻ ജനിച്ച് ആ മനുഷ്യായുസ് തീരുന്നോളം വരെ ഒരു മനുഷ്യായുസ്സിൽ എന്തെല്ലാം ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഈ ബഡ്ജറ്റിൻ്റെ ഊന്നൽ നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് എന്ന് പറയുന്ന അതിയായ സന്തോഷമുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജനനം മുതൽ അവൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളും അവൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങളിലും അതോടൊപ്പം തന്നെ ജീവിതമാർഗം എന്ന സാഹചര്യത്തിലും ഏതൊക്കെ മേഖലയുണ്ടോ ആ മേഖലയിലെല്ലാം ഊന്നൽ നൽകാൻ സാധിച്ചു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖല തകർന്നു നിൽക്കുന്ന കാലഘട്ടത്തിൽ ടൂറിസം മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മറ്റുള്ള മേഖലകളിൽ നിന്നും സാമ്പത്തികം കണ്ടെത്തിക്കൊണ്ട് വരുമാനം കണ്ടെത്തിക്കൊണ്ട് ടൂറിസം മേഖല എങ്ങനെ പ്രോത്സാഹിപ്പിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ജനവിഭാഗത്തെ നമ്മുടെ താഴെത്തട കിടക്കുന്ന വ്യക്തിത്വങ്ങളെ ഒരുമിച്ച് നിർത്താൻ കൈയോട് ചേർത്ത് ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള മെമ്പർമാരെല്ലാം പറഞ്ഞതുപോലെ തന്നെ ഒരു ഫ്രീസർ സംവിധാനവും അതോടൊപ്പം തന്നെ ക്രെഡിറ്റോറിയം, അത് ഒരു മനുഷ്യായുസിന്റെ അവസാന കാലഘട്ടത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും പല ഭവനങ്ങളും നമ്മൾ ചിലപ്പോൾ കാണപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഫ്രീസർ സംവിധാനമോ മറ്റു സംവിധാനങ്ങളോ ഇല്ലാതെ പ്രത്യേകിച്ച് കോളനി പോലുള്ള മേഖലകളിലൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത കാലഘട്ടത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ അവരെ ചേർത്ത് പിടിക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് നിലവിലുണ്ട്. അവരെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിൽ വൈസ് പ്രസിഡന്റ് അതോടൊപ്പം തന്നെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർമാർക്കും മറ്റതിൽ പിന്നിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർക്കും ഹൃദയത്തിന്റെ ഭാഷ എല്ലാവിധ ആശംസകളും നൽകുകൊണ്ട് ഈ കാലപത്തിക്ക് എല്ലാവിധ പിന്തുണ അർപ്പിച്ചുകൊണ്ട് വാർത്ത എല്ലാവർക്കും നമസ്കാരം. യോഗാധ്യക്ഷ പ്രസിഡന്റ് കോമൺ ടീച്ചർ, ബഡ്ജറ്റ് അവതരിപ്പിച്ച വൈസ് പ്രസിഡന്റ് സോയിമാൾ സണ്ണി, സെക്രട്ടറി, ബ്ലോക്കിൽ നിന്ന് കടന്നു വന്ന നമ്മുടെ 2 മെമ്പേഴ്സ്, അതുപോലെ തന്നെ സഹമെമ്പർമാർ, ഇംപ്ലിമെന്റ് ഓഫീസേഴ്സ്, അക്കൗണ്ടന്റ്, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. എല്ലാ മേഖലയെയും യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചത്. പ്രത്യേകിച്ച് മറ്റൊരു പഞ്ചായത്തിൽ കാണപ്പെടാത്തതായ ഒരു ബഡ്ജറ്റ് കൂടി നമ്മൾ എത്തിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഫ്രീസർ യൂണിറ്റ്, അത് സാധാരണക്കാരിലും ആ സൗകര്യം എത്തപ്പെടുന്നത് വളരെ സൗകര്യമാണ്. കാരണം സാധാരണ ആളുകൾ ഫ്രീസറൊന്നും ഉപയോഗിക്കുന്നവരല്ല എന്നുള്ളത് നമുക്ക് പൊതുസമൂഹത്തിൽ നമ്മൾ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അത്രയും വളരെ നല്ല രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുവാൻ ഇടയായി തീർന്നു. എന്തായാലും സമസ്ത മേഖലകളെയും യോജിപ്പിച്ചുകൊണ്ട് അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് തയ്യാറാക്കിയവർക്കും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം നമ്മുടെ പഞ്ചായത്തിന്റെ ബഡ്ജറ്റ് എല്ലാം നല്ല രീതിയിൽ മുൻപോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓഫീസർമാരാരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഉണ്ടോ? നമ്മുടെ ഈ ബഡ്ജറ്റ് കൊച്ചുകുട്ടികൾ മുതൽ വയോജനങ്ങൾ വരെയുള്ള എല്ലാവർക്കും ബാധകമായ തരത്തിലുള്ള ബഡ്ജറ്റാണ് ഇതിലുള്ളത്. ഇതിനകത്ത് 3-4 സംശയങ്ങൾ പറഞ്ഞു. അതിൻ്റെ കാര്യങ്ങളെല്ലാം സെക്രട്ടറി വിശദീകരിക്കുന്നതായിരിക്കും. ഇതിന് പിന്നിൽ കഠിനാധ്വാനം ചെയ്ത ഒത്തിരി പേരുണ്ട്. അവരെയെല്ലാം ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അപ്പോൾ ഇതിന്
ഇതിന് മറുപടി പറയുന്നതിനും 3-4 കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ. നന്ദി പറയുന്നതിനുമായി നമ്മുടെ സെക്രട്ടറി അതിൻ്റെ എസ് കുമാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വി കുമാർ. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷ, ഈ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി കോമൾ മോഹൻദാസ്, ബജറ്റ് അവതരിപ്പിച്ച വൈസ് പ്രസിഡന്റ് ശ്രീ സോയ്മോൻ സണ്ണി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പേഴ്സ്, ഈ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺസ്, മറ്റു മെമ്പർമാരും, പ്രിയപ്പെട്ട ഇംപ്ലിമെന്റിംഗ് ഓഫീസേഴ്സ്, ഈ ബജറ്റിന്റെ പ്രിപ്പറേഷന് ഹെൽപ്പ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട സ്റ്റാഫ് അംഗങ്ങൾ, അക്കൗണ്ടന്റ്, പ്ലാൻ ക്ലർക്ക്, അങ്ങനെ ഒരുപാട് പേരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇന്നിങ്ങനെ ഒരു ബജറ്റ് ഇവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത്. അതുമായിട്ട് ഞാൻ അതിന്റെ ആശംസ എന്ന പോലെ പറയുകയാണ്. അതായത് ഏതൊരു വികസന പദ്ധതിയും അർത്ഥവത്താക്കുന്നത് ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുമ്പോഴാണ്. നമ്മൾ ഇടുക്കി കരിക്കുഴി പ്രളയാനന്തര ക്ലേശങ്ങളെ നേരിട്ടത് സമഗ്ര മേഖലയിൽ നിന്നുമുള്ള സഹകരണത്തിലൂടെയാണ്. ഇത്തരത്തിൽ പഞ്ചായത്തിന്റെ സമഗ്ര വികസനം സുസ്ഥിര മാർഗങ്ങളിലൂടെ നടത്തിയെടുക്കുന്ന ഒരു ജനകീയ പദ്ധതിയാണ് 2026-27 ബജറ്റിലൂടെ പഞ്ചായത്ത് ആവിഷ്കരിച്ചിരിക്കുന്നത്. പ്രകൃതി ഭംഗിയായി കണിഞ്ഞൊരുക്കി വികസിച്ചിരിക്കുന്ന കഞ്ഞിക്കുഴി നമ്മൾ ലക്ഷ്യങ്ങൾ മുടക്കി ടൂറിസം വികസന ബജറ്റ് ലക്ഷ്യമിടുമ്പോൾ ആഭ്യന്തരവും ബാഹ്യവുമായ വിനോദസഞ്ചാരികളെ ആകർഷിക്കുക മാത്രമല്ല, തൊഴിൽ മേഖലയുടെ വളർച്ച, തൊഴിൽ വ്യാപനം, വ്യാവസായിക വളർച്ച തുടങ്ങിയവയിലൂടെ പ്രാദേശിക സാമ്പത്തിക വികസനത്തെ ത്വരിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കാർഷിക ക്ഷീരമേഖലയിലെ പദ്ധതികൾ ഉത്പാദന മേഖലയിലെ സുസ്ഥിരത ഉറപ്പുവരുത്തുന്നു. വികസനേതര പ്രവർത്തനങ്ങളിൽ എന്നും മാതൃകയായ കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ 2026-27 ബജറ്റ് നമ്മുടെ പുതിയ പ്രതീക്ഷകളിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ് എന്ന് പറയുകയാണ്. നമ്മൾ ഈ ബജറ്റിൽ 1-2 പോരായ്മകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ചില കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്താൻ വിട്ടുപോയി എന്നുള്ളത് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അതിൽ പറയാനുള്ളത്, നമ്മൾ ആ പദ്ധതികൾ ഏറ്റെടുത്തിട്ടുണ്ട്, അതിനുള്ള ഫണ്ട് നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ വൈസ് പ്രസിഡന്റ് ബജറ്റ് അവതരിപ്പിക്കുന്നത് ഉൾപ്പെടുത്തുക എന്നുള്ളത്. നമ്മൾ ചെറിയ പിക്ക് ചെയ്തെടുത്ത കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ മുൻവശപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോ നമ്മളിവിടെ ചർച്ച ചെയ്ത ഓരോ മെമ്പർമാരും പറഞ്ഞ എല്ലാ പദ്ധതികളും നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ബജറ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം, അവിടെ എമൗണ്ട് 0 ആയിട്ട് കാണാൻ കഴിയും. ലാസ്റ്റ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. അതിൽ അവിടെ എമൗണ്ട് 0 ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കേസ്മാർട്ട് വഴി, നമ്മുടെ കേസ്മാർട്ട് 2025 രൂപപ്പെട്ട് ഫോം ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ അവതരിപ്പിക്കുന്ന ഫസ്റ്റ് ബജറ്റാണ്. ഇടുക്കി കഞ്ഞിക്കുഴിയുടെ ഹിസ്റ്ററി ചരിത്രത്തിലൊക്കെ പെടുത്താൻ കഴിയുന്ന ഒരു ബജറ്റാണ്. കാരണം കേസ്മാർട്ടിന്റെ രൂപീകരണത്തിന് ശേഷം, കേസ്മാർട്ട് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കേസ്മാർട്ടിന്റെ രൂപീകരണത്തിന് ശേഷം നമ്മൾ അവതരിപ്പിക്കുന്ന ആദ്യത്തെ ബജറ്റാണ് എന്നൊരു പ്രത്യേകത ഈ ബജറ്റിനുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കേസ്മാർട്ട് വഴി എൻട്രി ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫൈനൽ ഫോം ആകുമ്പോൾ നമ്മൾ എമൗണ്ട് എൻട്രി ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് എമൗണ്ട് കയറി വരുന്നത്. അതുപോലെ നിങ്ങൾ ചെക്ക് ചെയ്താൽ അവിടെ എല്ലാ തരത്തിലുള്ള പദ്ധതികൾക്കും നമ്മൾ ഫണ്ട് വെച്ചിട്ടുള്ളതായിട്ടും കാണാൻ കഴിയും. ഇവിടെ പറഞ്ഞ പഞ്ചായത്ത് ഹാള്, അതുപോലെ തന്നെ ഹൈമാസ് ലൈറ്റ്, നമ്മൾ ST എന്നുള്ളത് ഒരു ടൈപ്പോ ആണ്, ഒരു മിസ്റ്റേക്ക് ആണ്. SC ST എന്നുള്ളതാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതൊരു ജസ്റ്റ് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിട്ടാണ് നമ്മൾ, ബാക്കിയുള്ള SC ST എന്ന് തന്നെയാണ് നമ്മൾ ST അത് നമ്മൾ ചേർക്കുക, അത് ഉറപ്പായിട്ട് നമ്മൾ ചേർക്കുന്നതാണ്. ST എന്നുള്ളത് ചേർക്കുന്നതാണ്, അതൊരു ടൈപ്പിംഗ് എററാണ്. ബാക്കി ടൂറിസം, വയോജന പദ്ധതി ഇതൊക്കെ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്നറിയിക്കുകയാണ്. ഇനിയും എന്തെങ്കിലും നിങ്ങൾക്ക് ഉൾപ്പെടുത്താനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് നമുക്ക് ഡിസ്കഷൻ ഉണ്ട്. നമുക്ക് നാളെ ബജറ്റ് കമ്മിറ്റി ഉണ്ട്, അപ്പൊ അതിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ബജറ്റിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. വളരെ നല്ല രീതിയിൽ ഇതിവിടെ അവതരിപ്പിച്ചു. ഇങ്ങനെ ഒരു ബജറ്റ് ഇവിടെ അവതരിപ്പിക്കാനായിട്ട് നമ്മൾക്ക് എല്ലാ ആൾക്കാരും, അതായത് ബജറ്റ് കമ്മിറ്റി, ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഓരോ അംഗങ്ങളും ഇതിനുവേണ്ടി പ്രയത്നിച്ചു, വൈസ് പ്രസിഡന്റ് പ്രയത്നിച്ചു. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫ്, ഇവിടെ എല്ലാവരുടെയും ഒരു കഷ്ടപ്പാടിന്റെ ഫലമാണ് ഇങ്ങനെ വളരെ കുറഞ്ഞ ദിവസമാണ്. കാരണം നമ്മൾ ഓൾറെഡി കുറേയധികം തിരക്കുകൾക്കിടയിൽ പെട്ടിടങ്ങുമ്പോൾ വളരെ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു ബജറ്റ് നമ്മൾ രൂപീകരിച്ചത്. പക്ഷെ അങ്ങനെയുള്ള ഒരു പോരായ്മകളും ആ ബജറ്റിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത് നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷ, നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി കോമള മോഹൻദാസ് അവർക്കാണ്. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും, ഞാൻ അങ്ങനെ ഈ ഒരു വേദി ഒരുപാട് പിടിപ്പിക്കുന്നില്ല, പക്ഷെ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു ലീഡർക്ക് ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് കേൾക്കാനുള്ള ശേഷി എന്നുള്ളതാണ്. ടീച്ചർ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും മികച്ച രീതിയിലാണ് ടീച്ചർ നമ്മളെ കേൾക്കുന്നത്. നമ്മൾ എന്ത് പറഞ്ഞാലും ടീച്ചർ ഭയങ്കര വെൽക്കമിങ് ആണ്. അത് കേൾക്കാനുള്ള ഒരു താല്പര്യം ടീച്ചർ
അതുപോലെ നമ്മളോട് അഭിപ്രായങ്ങൾ ചോദിക്കുന്നതായാലും എല്ലാം ഒരു ജനാധിപത്യ രീതിയിലാണ് ടീച്ചർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ബജറ്റിന്റെ ഒരു സക്സസ് ടീച്ചറുടെ പങ്കും ചെറുതല്ല. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിന്റെ ഭാഷയും ടീച്ചർക്ക് ഞാൻ എന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളാം. അടുത്തതായിട്ട് ഈ ബജറ്റ് ഇവിടെ സ്വാഗതം ആശംസിച്ച നമ്മുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാവിത്രി മെമ്പറെ കുറിച്ചും പറയണം. ഞാൻ നിങ്ങളെ ഓരോരുത്തരെ കുറിച്ച് എടുത്ത് പറയല്ല, പക്ഷേ എന്നാൽ മെമ്പറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാവരെയും പോലെ തന്നെ വളരെയധികം ഹൃദയ വിശാലതയുള്ള ആള് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ മെമ്പർക്കും ഈ പഞ്ചായത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ബജറ്റ് അവതരിപ്പിച്ച വൈസ് പ്രസിഡന്റ് സോയ്മോൻ സണ്ണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോ എന്തെങ്കിലും ഒരു കാര്യം പഞ്ചായത്തിൽ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ കുഴപ്പമില്ല, ഞാൻ എന്റെ കയ്യിൽ ചെലവാക്കിക്കോളാം, ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഞാൻ ചെലവാക്കിക്കോളാം എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഞങ്ങളോട് പറയാറുണ്ട്. ഗിഫ്റ്റൊക്കെ മേടിക്കുമ്പോൾ ഇത് ബജറ്റിന്റെ അപ്പുറം അതൊന്നും സാരില്ല, ഒന്നും അറിയണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ആരോ പറഞ്ഞാൽ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഭാഗ്യമാണ് എന്ന് നമ്മൾ കരുതുന്നു. ശ്രീ സോയ്മോൻ സണ്ണിക്ക് നമ്മുടെ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ശേഷം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സാഗരമോൾജിനി കുറച്ചിലേക്കായി നമ്മളോട് സംവദിക്കുന്നതായിരിക്കും. അപ്പോൾ ശാന്തമോൾക്കും നമ്മളുടെ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സോന, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അജിത് കുമാർ, ഇവർ രണ്ടുപേരെയും നമ്മുടെ ഇത്രയും തിരക്കുകൾക്കിടയിലും നമ്മുടെ കഞ്ഞിക്കുഴിയിലേക്ക് നമ്മുടെ ബജറ്റിന് വേണ്ടി വന്നിട്ടുള്ള ഇവർ രണ്ടുപേർക്കും നമ്മളുടെ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ശേഷം നമ്മുടെ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺസ് ആയുള്ള ദീപ് മെമ്പർ, സിബിഷൻ മെമ്പർ, മറ്റ് സഹ മെമ്പർമാർ, മറ്റ് മെമ്പർമാർ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഇംപ്ലിമെന്റിംഗ് ഓഫീസേഴ്സ്, എന്റെ ഇവിടുത്തെ ഏറ്റവും നമ്മുടെ ഈ ഒരു ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട അക്കൗണ്ടന്റ് ഷിനി സാറ്, പ്ലാൻ ക്ലർക്ക് രാജേഷ് സാറ്, അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ എൻട്രി ഒക്കെ നടത്തിയിട്ടുള്ള ആൾക്കാർ എല്ലാം ഞാൻ ഓരോരുടെ പേരായിട്ട് എടുത്തു പറയുന്നില്ല, കാരണം വിട്ടുപോയാലത് പേടിച്ചിട്ടാണ്. ഞാൻ എല്ലാ ആൾക്കാർക്കും നമ്മുടെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോളോട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കറിയാം ഒരുപാട് തിരക്കിന്റെ സമയമാണ്. ആ തിരക്കുകൾക്കിടയിൽ ഇവിടെ എത്തിച്ചേർന്നതിന് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരും വാക്കുകൾ സംസാരിക്കുന്നതിന് സാന്ദ്രയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഇന്നത്തെ ബജറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷയായി ബഹുമാനപ്പെട്ട ടീച്ചർ, ബജറ്റ് അവതരണം നടത്തിയ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് സോമോൻ ചേട്ടൻ, സെക്രട്ടറി, മറ്റുള്ളിയായിരിക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാര്, ഗ്രൂപ്പിന്റെ മെമ്പർമാര്, പഞ്ചായത്ത് മെമ്പർമാര്, സ്നേഹമുള്ളവരും, ബജറ്റ് അവതരണം ഒന്നും കേൾക്കുവാൻ സാധിച്ചില്ല. പിന്നെ DPC ആയിരുന്നു, അവിടെ പോയി കൃത്യമായ പദ്ധതിക്ക് അംഗീകാരം മേടിക്കുക എന്നൊരു ഉത്തരവാദിത്വം കൂടി ഉള്ളതിനാൽ തന്നെ DPCയിൽ പോയിരിക്കുകയായിരുന്നു. അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടേക്കാണ് ഓടി വന്നത്. അപ്പോൾ ബജറ്റ് അവതരണം നടക്കാനുള്ള കാര്യങ്ങൾ വിളിച്ചിരുന്നു, നടക്കുകയാണ്, തീരാറായി ഏകദേശം എന്നൊക്കെ അറിഞ്ഞു. പക്ഷേ എന്നാൽ കൂടിയും ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നൊരു സ്ഥാനത്തിൽ നിന്നുമല്ല, മറിച്ച് കഞ്ഞിക്കുഴിയിൽ ഒരു വോട്ടർ എന്ന രീതിയിലാണ് ഇവിടെ എത്തിയത്. അപ്പം എൻ്റെ പഞ്ചായത്തിന്റെ ബജറ്റ് എങ്ങനെയാണെന്നറിയാനുള്ള ഒരു അമിത ആകാംക്ഷ കൊണ്ടാണ് ഈ സമയത്തും ഓടിക്ക് വരാൻ സാധിച്ചത്. അപ്പൊ ഇപ്പൊ ബജറ്റ് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയതേ ഉള്ളൂ. പക്ഷെ കഞ്ഞിക്കുഴി പോകുന്ന വിശാലമായ പഞ്ചായത്തിന്റെ ബജറ്റ് ഇങ്ങനെ ഓടിച്ചു നോക്കിയാൽ ഒന്നും മനസ്സിലാവില്ല എന്നുള്ള ബോധ്യത്തുണ്ട്. അതുകൊണ്ട് തന്നെ ബജറ്റിനെ പറ്റി കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. എന്നിരുന്നാൽ കൂടിയും സോയ്മൻ ചേട്ടനെ പോലെ പരിചയസമ്പന്നനും അതുപോലെ ടീച്ചറിനെ പോലെ ബാക്കി കാര്യങ്ങളെ സംബന്ധിച്ച് അറിവുമുള്ള രണ്ടുപേരുടെ നേതൃത്വത്തിൽ ഇവിടെ തയ്യാറാക്കിയ ബജറ്റ് നിങ്ങൾ ഓരോരുത്തരും പരിചയസമ്പന്നരായവരും ബഹുമുഖ പ്രതിഭകളായി പല മേഖലയിൽ തങ്ങളുടെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഓരോ മെമ്പർമാരും നിങ്ങൾ എല്ലാവരും ചേർന്നിരുന്ന് സംസാരിച്ച് ചർച്ച ചെയ്ത് ഐഡിയകൾ പങ്കുവെച്ച് തയ്യാറാക്കിയ ഈ ബജറ്റ് ഒട്ടും പുറകോട്ട് പോകുകയില്ല എന്ന വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇത് ആയിരിക്കുന്നത്. വരുന്നൊരു സാമ്പത്തിക വർഷത്തെ നമ്മുടെ കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ ഒരു ദർശന രേഖ എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമ്മുടെ ബജറ്റിനെ. അത്തരത്തില് കഞ്ഞിക്കുഴി പഞ്ചായത്തിനെ സമഗ്രമായ വികസനത്തിലേക്ക് നയിക്കുന്ന ഒരു മാർഗദീപമായി മാറട്ടെ നമ്മുടെ ഈ ബജറ്റിൽ. ഈ ബജറ്റിലെ കാര്യങ്ങൾ ഓരോന്നും അണുവിയുടെ വ്യത്യാസമില്ലാതെ നടപ്പിലാക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട ഇംപ്ലിമെന്റിംഗ് ഓഫീസേഴ്സ് ഒക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തയ്യാറാക്കിയതിന്റെ വലിയൊരു പങ്ക് നിർവഹണം നടത്തുന്ന ആളുകളാണ്. ഇവർക്കാണ് ഈ ബജറ്റിനെ സംബന്ധിച്ച് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. ഇവരുടെ സഹായത്തോടു കൂടി പഞ്ചായത്ത് കമ്മിറ്റിയോട് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാവരോടും ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ ഈ ബജറ്റ് ഒരു
സാക്ഷാത്കാരമായി മാറട്ടെ. പൂർണ്ണമായ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ച് നമ്മുടെ പഞ്ചായത്തിന് കൂടുതൽ വികസനങ്ങളിലേക്ക് മുന്നേറ്റങ്ങളിലേക്ക് നയിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരോടും സ്നേഹത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി ഇന്നത്തെ ബജറ്റ് കമ്മിറ്റിക്ക് പ്രത്യേകമായ വൈസ് പ്രസിഡന്റിന് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. എല്ലാവർക്കും ഭക്ഷണം റെഡിയാക്കിയിട്ടുള്ളത് സ്നേഹം ഇതിലേക്ക് എല്ലാവരും ക്ഷണിക്കുകയാണ്. പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും കൂടെ നിന്ന് പുറത്തു നിന്നൊരു ഫോട്ടോ എടുത്തതിന് ശേഷം ഭക്ഷണം കഴിക്കാം. ആ സൈഡിൽ നിൽക്കുന്നവരെ സൈഡിലോട്ട് നിന്നോ, പുറകിൽ നിൽക്കുന്നവര് കിട്ടിക്കോളും. ഒന്ന് നോക്കിയോട്ടെ, എടുക്കാൻ പോവാണേ. ആരും കണ്ണടച്ചേക്കരുത്. പേരോട് എടുത്തു സാറേ.